സ്കെച്ചേഴ്സിൻ്റെ ഷൂ ആണ്. അതായത് ഏകദേശം 50% ഓഫറുണ്ട്. 99 ദിർഹമാണ്. അതായത് ഏകദേശം 2000 രൂപ വരും. വെറും 15 ദിർഹംസേ ഉള്ളൂ ഈ സാധനമൊക്കെ. 15 എന്ന് വെച്ചാൽ 300 രൂപ ആ റേഞ്ച് വരും. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും. ദുബായിലെ മാക്സിലോട്ട് കയറുകയാണ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഗ്ലാസിൻ്റെ എന്തോ സംഭവമാണ്. അതായത് എന്താണ് ഗുയിസ് ഇത്? 50% ഓഫറുണ്ട്. ഏകദേശം 30,000 രൂപ 40,000 രൂപയാണ് സ്കൈ ദുബായ്. 23,000 രൂപ ക്രോസിൻ്റെ വിലയാണ്. 199 രൂപ, ഏകദേശം 4,000 രൂപ. ഇവിടെ കിടന്ന് അതായത് എല്ലാ സ്ഥലത്തും സ്നോ ഇല്ല. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ സ്നോ വീഴുന്നത് കേട്ടോ. 16+ ആണ് വരുന്നത്. 24 ക്യാരറ്റ് ഗോൾഡ് പൗച്ച് മാത്രമാണ്. അതിൻ്റെ വില ഉണ്ട് 16,000. അതായത് 3 ലക്ഷം രൂപ വരും. 3 ഗെയിമിങ് PC-യാണ്. ഗെയിം കളിക്കാനും എഡിറ്റ് ചെയ്യാനും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്ന മാൾ ഓഫ് എമിറേറ്റ്സിലാണ് നിൽക്കുന്നത്. നമ്മൾ മെട്രോയിൽ കയറി മെട്രോയിൽ നേരെ ഇറങ്ങി. ഇവിടെ എല്ലാം മെട്രോയിൽ നേരെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം മാളുകളിലായാലും നമ്മുടെ മറ്റേ മ്യൂസിയത്തിലായാലും എല്ലാം ഡയറക്റ്റായിട്ട് നമുക്ക് കയറാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഓഫറുണ്ട്. 90% ഓഫറുണ്ടെന്ന് പറഞ്ഞു തന്നെയാണ്. ഇതിനാണെന്ന് നമുക്ക് നോക്കണമല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ എടുക്കണം. അതിൻ്റെ ഫ്രണ്ട് ഞാൻ ലാസ്റ്റ് എടുത്ത് കാണിച്ചു തരാൻ പറ്റും. ഇവിടെ കണ്ടമാനം ആൾക്കാരുണ്ട്. ഒരു രക്ഷയില്ല. പക്ഷെ മലയാളിയൊന്നുമില്ല കേട്ടോ. മലയാളി ഇന്ത്യക്കാരൊന്നുമില്ല. എല്ലാം ഫോറിൻ ആൾക്കാരല്ലേ. 6 മണിയാകുമ്പോൾ ഇറങ്ങും. എല്ലാം ഇപ്പോൾ ഫോറിനേഴ്സാണ് വന്നത്. ഓഫർ എന്ന് അറിഞ്ഞപ്പോൾ വന്നതാണോ എന്ന് അറിയത്തില്ല. ഭയങ്കര ആൾക്കാരാണ്. നമ്മളെ ലുലുവിൽ പോയ അതൊന്നും അല്ല. അതിനെക്കാട്ടി ആൾക്കാരുണ്ട് കൈസ് ഇവിടെ. ഓഫർ 10 മണി വരെ ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം എന്താണ് ഓഫർ. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല 90% ഓഫർ ഉണ്ടെന്ന്. നമ്മൾ കയറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലേ. ഓരോ അവിടെ ഓഫർ. ഇവിടെ ഇതേപോലെ കുറേ ബിൽഡിങ്സ് നമുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ അത് എമറിൻ്റെ ഓരോ ഹോട്ടലും കാര്യങ്ങളും ബിൽഡിങ്സ് അവിടെ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. കേസ് ഞാൻ ഇപ്പോൾ നമ്മൾ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. സ്കെച്ചേഴ്സിൻ്റെ ഷൂ ആണ്. എത്ര രൂപയുടെ? ഇപ്പം 499 രൂപ. അതായത് ഏകദേശം 50% ഓഫറുണ്ട്. 50% ഓഫറുണ്ട്. 199 രൂപ എന്ന് പറഞ്ഞാൽ എത്ര രൂപയുടെ? 4,000 രൂപയായി. സ്കെച്ചേഴ്സിൻ്റെ സാധനമാണ് ഗൈസ്. എല്ലാത്തിനും കണ്ടോ ഇവിടെ ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ല. ഓഫർ 50% ഓഫറുണ്ട് കേട്ടോ. മിക്കതിൻ്റെ അകത്തും 50% എന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അവർ. അല്ല മിക്ക കടയിലും. 90-ൻ്റെ എന്താണെന്ന് നമുക്കറിയാം. 90 വരെ ആയിരിക്കും ഓഫർ എന്നായിരിക്കും അല്ലേ ഗൈസ്. അപ്പം ആൾക്കാർ വന്നാൽ ചുമ്മാ അല്ല എടുക്കുന്നത്. സ്കെച്ചേഴ്സിൻ്റെ എല്ലാ സാധനവും കിടക്കുന്നുണ്ടോ. ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ക്വാളിറ്റി എനിക്ക് അറിയത്തില്ല ഗൈസ്. പക്ഷേ ഷൂവിൻ്റെ ക്വാളിറ്റിയൊക്കെ ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. അടിപൊളി സാധനം. ആൾക്കാരൊക്കെ വന്നിട്ട് അടിക്കി വെച്ചേക്കുന്നുണ്ടോ. അവിടെ സ്കെച്ചേഴ്സ് കയറി. അവിടെ കളക്ഷൻ കുറച്ച് കുറവാണ്. എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനൊക്കെ ഉണ്ട്. ഇവിടെ എന്താണ് എന്താ ലെൻസും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. എന്തോ സംഭവം എന്തോന്ന് അറിയില്ല. അല്ലേ ഒന്ന് കയറി. ഇതെന്തോ സംഭവം എന്തോടെ ഇത്? ഗ്ലാസിൻ്റെ ബേസ് ഇത് നോക്കി. സംഭവം എന്തോന്ന് അറിയാൻ പോയി. നമുക്ക് എന്തായാലും കയറി നോക്കാം എന്ത് സംഭവം എന്ന്. ഒരാൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, വീഡിയോസ് എടുക്കുന്നുണ്ട്. കണ്ടാ ഇതൊരു ഡിസ്പ്ലേ ആണ്. ഗ്ലാസിൻ്റെ എന്തോ സംഭവമാണ്. അതായത് എന്താണ് ഗുയിസ് ഇത്? ഗ്ലാസ് ലെൻസ് അങ്ങനെയുള്ള എന്തോ ജെൻറ്റിൽ മോൺസ്റ്റർ ഉണ്ടോ. അവരെ സൺഗ്ലാസ് ആണ് ഈ ഇരിക്കുന്നത്. അതിൻ്റെ ഒരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ സംഭവം എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ഇതെന്തോ ഈ സംഭവം. പക്ഷേ അവിടെ സൺഗ്ലാസ് വെച്ചിരിക്കുന്നത്. അവിടെ അങ്ങോട്ട് സൺഗ്ലാസ്. അത് 1325. ഏകദേശം 30,000 രൂപ 40,000 രൂപ വരും ആ ഒരു കണ്ണാടിക്ക്. അതേപോലെ ഇഷ്ടംപോലെ കണ്ണാടികൾ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം 1300 ആ റേഞ്ച് വരും. അതായത് 30,000 നമ്മളെ 30,000 40,000 ആ റേഞ്ച് വരും കണ്ണാടി. കൊള്ളാം കേട്ടോ. ഇത് നോക്കിയത് ഇതെന്താണ് സംഭവം എനിക്കറിയത്തില്ല. ഇതെന്താണ് കേസ്? ഇത് 995. ഇത് 23,000 രൂപ ആ റേഞ്ച് വരും ഈ ഒരു ഗ്ലാസ്. എന്തിൻ്റെയാണിത്? 20,000 30,000 രൂപ റേഞ്ച് വരുന്ന ഗ്ലാസ്സുകളാണ് ഈ ഇരിക്കുന്നത്. ജെൻറ്റിൽ മോൺസ്റ്റർ എന്നാണ് കേട്ടോ ഈ ഗ്ലാസ് കമ്പനിയുടെ പേര്. ആദ്യത്തെ ഒരു അട്രാക്ഷൻ മാത്രമാണെന്ന് തോന്നുന്നത്. അവിടെ ആ അട്രാക്റ്റിലാണ് എല്ലാവരും കയറുന്നത്. എല്ലാവരും കയറി നോക്കുന്നത്. കണ്ണാടിയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒരു കണ്ണാടി ഇട്ട് നോക്കാം അല്ലേടാ. നമുക്ക് ഇട്ട് നോക്കിയാടാ. ഞാൻ ഈ കണ്ണാടി ഇട്ട് കാണിച്ചു കേസ്. കണ്ടോ ഇതാണ് കിട്ടിയത്. 1,200 ദിർഹംസേ ഉള്ളൂ അല്ലേ. വളരെ ചീപ്പല്ല റേറ്റ് ആണല്ലോ ഇവിടെ. 30,000 രൂപ അല്ലേ. 30,000 രൂപ അടുപ്പിച്ച് വരും ഈ ഗ്ലാസ് കൊള്ളാലും.
ഇതൊക്കെ തറയിൽ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ തീർന്നു ഗൂസ്. ആഹാ എങ്ങനെയുണ്ട്? ആഹാ എന്താ ഭംഗി. ഞങ്ങൾ കണ്ണാടിയൊക്കെ നോക്കി അങ്ങ് ഇറങ്ങി. 30,000 23,000 20,000 രൂപ തൊട്ടേ ഉള്ളു കണ്ണാടി. 30,000 40,000 മാറി. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി അങ്ങോട്ട് കുറച്ച് നടക്കും. ഇവിടെ ഓഫറൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവൻ അവിടെ വന്ന് ഫുള്ള് കണ്ണാടി ഇട്ട് നോക്കി. ഞാനും കുറച്ച് കണ്ണാടികളൊക്കെ ഇട്ട് നോക്കി. ഈ സംഭവം എന്താണെന്ന് ഇതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. 2 കണ്ണാണ് ഇവർ റെപ്രസെൻറ്റേഷൻ ചെയ്തത്. സെൻട്രൽ വേറെ നോക്കി അലങ്കരിച്ച് വെച്ചിരിക്കുന്ന നോക്കി അടിപൊളി സ്റ്റാർ. ഇന്ന് 26 കേട്ടോ. ക്രിസ്മസ് കഴിഞ്ഞു. ഏതൊരു മൂല ഉണ്ടെങ്കിലും അവിടെ ഇതേപോലെ കടകളും കാര്യങ്ങളൊക്കെ. ഇവിടെ അതുപോലെ അത് നോക്കിയ കേസ് അവിടെ പോപ്കോണോ അങ്ങനെ എന്താ സാധനം എന്തോന്ന് എനിക്ക് അറിയാൻ പോയി കേസ്. കിടന്ന് കറങ്ങുന്നുണ്ട്. ഇവിടെ നിന്ന് ആരെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ പാടാണ്. അത് ഒന്നാമത്തെ കഴിവില്ല. അവനെ മിസ്സായി ഗുയിസ്. എല്ലാ ഫോറിനേഴ്സാണ് ഏറ്റവും കൂടുതലുള്ള ഗീസ്. മിസ്സായി കഴിഞ്ഞാൽ കിട്ടാൻ പാടാണ്. ഇത് നോക്കിയ കേസ് എന്തുമാത്രം ആൾക്കാരാ അല്ലേ. ഓഫേഴ്സ് നമ്മൾ ഇതിനായിട്ട് കണ്ട ആ ഒരു ഓഫർ മാത്രമേ ഉള്ളൂ. 90% ഓഫർ ഇവിടെ ഉണ്ടെന്ന് നമുക്ക് അറിയണമല്ലോ. ഇവിടെ മാപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷോപ്പും കാര്യങ്ങളും സെലക്ട് ചെയ്തതിന് അവർ മാപ്പ് കാണിക്കും. ബോസിൻ്റെ ഷോപ്പ്. ഓക്കെ, ഇവിടെ QR കോഡ് ഇത് ചെയ്തതിന് അവർ ലൊക്കേഷൻ കാണിച്ചിരുമെന്ന് പറഞ്ഞു. നമ്മുടെ സെൻറ്റർ പോയിൻ്റ് ഒന്നുമല്ല, ആ സെൻറ്റർ ഇഷ്ടം പോലെ സ്കൈ ദുബായ് റോഡാണ് കേസ്. സ്കൈ ദുബായിലോട്ടാണ് നമ്മളിപ്പം പോകാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് സ്കൈ ദുബായ്. കണ്ടോ, നോക്കാം. 99 ദിർഹമാണ്. അതായത് ഏകദേശം 2,000 രൂപ വരും. 2,200 രൂപ ആ റേഞ്ചാണ് വരും. അതായത് 50% ഓഫറുണ്ട്. അതെല്ലാം കഴിച്ചിട്ടാണ് കേട്ടോ ഇത്രയും രൂപ. ചിലപ്പം അതിന് 200 ദിർഹംസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ 50% ഓഫർ കഴിഞ്ഞിട്ടാണ് ഇത്രയും രൂപ. 69 ദിർഹം ആണ് ഇതിന് പറയുന്നത്. പിന്നെ ബോയ്സിൻ്റെ കുറവാണ്. ഇവിടെ ബോയ്സിൻ്റെ ഇഷ്ടം പോലെ ലേഡീസാണ് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ് കേസ്. എല്ലാം ഇങ്ങനെ കയറി നോക്കിക്കണ്ട വെച്ചാ 149 ദിർഹം. ഞാൻ ഒരെണ്ണം 100 രൂപ 10 രൂപയ്ക്കാണ് മേടിച്ചത്. 10 ദിർഹംസിനുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്കിനി അങ്ങോട്ട് പോകാം. എല്ലാം ബ്രാൻഡഡ് സാധനമാണ്. ദുബായിലെ മാക്സിലോട്ട് കയറുകയാണ്. നമ്മൾ എമിറേറ്റ്സ് മാളിൻ്റെ മാക്സാണ് കേട്ടോ. മിക്കവരും ആൾക്കാർ ഏറ്റവും കൂടുതലുള്ള ഒരു ഷോറൂം ഇത് മാത്രമാണ് കേട്ടോ. മാക്സ് വെറും 15 ദിർഹംസേ ഉള്ളൂ ഈ സാധനത്തിന്. 15 എന്ന് വെച്ചാൽ 300 രൂപ ആ റേഞ്ച് വരും. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും കേട്ടോ. എല്ലാവരും ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. ഹുഡീസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് മാക്സിൽ കൊടുത്തിരിക്കുന്നത്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. മാക്സിൽ ഇത് ഒരു പ്രീമിയം ഐറ്റംസ് ഉള്ള മാക്സാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ വേറെ കുറേ സ്ഥലത്തുണ്ട് മാക്സിൻ്റെ ഷോപ്പ്. അവിടെ ഇത്ര വിലയൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും മാക്സിൻ്റെ ഷോറൂം നമ്മളെ എമിറേറ്റ്സ് ബിൽഡിങ്ങിലുള്ള എമിറേറ്റ്സ് മാൾ ഓഫ് എമിറേറ്റ്സിലുള്ള മാക്സിൻ്റെ ഷോറൂമാണ്. എല്ലാ വില കുറവാണ്. ഇവിടെ ഉള്ള ഏതൊരു ഷോപ്പ് വെച്ച് നോക്കിയാലും മാക്സിൽ കുറവാണ് ബ്രാൻഡ് സാധനം. നമ്മളപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 70% ഓഫറുണ്ട്. ഏകദേശം 200-300 ഒക്കെ വരത്തുള്ളൂ ഒരു ടീഷർട്ടിനൊക്കെ വരുന്നത്. വയറൊക്കെ ആണെങ്കിൽ 2,000-3,000 വരും. ടോംസിൻ്റെ ഇതിപ്പോൾ ടോംസിൻ്റെ ഷോറൂമാണ്. ടോംസ് അതിൻ്റെ ഷൂ ആണ്. 40% ഓഫർ ഇവിടെ കണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ കണ്ട് ചോദിക്കുന്നത്. ഇവിടെ എന്തോ ഒരു ഗെയിമാണ് നടക്കുന്നത്. സ്റ്റോപ്പ് ആൻഡ് വിൻ എന്ന് പറയുന്ന സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. വാച്ച്, ഫോണ്, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഒരു സമയത്ത് സ്റ്റോപ്പ് ചെയ്യും. ഇതുണ്ട്. ഇവിടെ 12 എഴുതിയിട്ടുണ്ടോ. വേറൊന്നുമില്ല. ഇവിടെ കണ്ട്. ഇവിടെ പർച്ചേസ് ചെയ്യുക. 300 ദിർഹത്തിന് മിനിമം പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഇവിടെ ടാബിൽ നിന്ന് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള സംഭവം കിട്ടും. പ്ലേ ചെയ്യുന്ന ഇത്ര ഉള്ളു. കറക്റ്റ് 12 ഉണ്ടോ. ആ ഒരു ടൈമറിൻ്റെ അകത്ത് 12 സെക്കൻഡ് ആകുമ്പോൾ കറക്റ്റിന് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഒരു പ്രൈസ് കൊണ്ട് പോകാം. ആ പ്രൈസ് തീരുമാനിക്കുന്നത് ഈ കമ്പ്യൂട്ടറാണ് കേട്ടോ. കേട്ടോ 12 ആകുമ്പോൾ കറക്റ്റ് കട്ടാണ്. പ്ലീസ് ഒരു 2 സെക്കൻഡിൻ്റെ മുന്നേ പോയി. 4 സെക്കൻഡ് അല്ലേ. ഇനി അടുത്ത വരുന്നുണ്ട്. സെക്കൻഡ്സ് ഞാൻ കാണിച്ചിരിക്കും. കറക്റ്റ് 12 ആകുമ്പോൾ കട്ട് ചെയ്യണം. 2 വട്ടേ വരത്തുള്ളൂ. 50% ഓഫർ. 50 തൊട്ട് 25% വരെ ഓഫറുള്ള സ്ഥലമാണ് ഇത്. പല പല കമ്പനികൾ. അഡിഡാസിന് എന്തോ ഓഫറുണ്ടെന്ന് നോക്കാം. ചാമ്പ്സ്. നല്ല വിലയാണല്ലോ. ഇതാണ് അഡിഡാസിൻ്റെ സംഭവങ്ങൾ. എല്ലാം 600 ദിർഹം എന്നൊക്കെയാണ് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്.
ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ സ്പോർട്സ് ഷൂ ആണ്. 305 ദിർഹംസ്. ക്രോസിൻ്റെ ഒറിജിനൽ ചെരുപ്പാണ്. ഈ സമയത്ത് കട്ട് ചെയ്ത് നോക്കി. ഈ സൈഡാണോ ഇവിടെ അത്യാവശ്യം കട്ടിയൊക്കെയുള്ള സാധനം കേട്ടോ. ക്രോസിൻ്റെ ഏകദേശം 370 ദിർഹം എന്നാണ് പറയുന്നത്. 370 എന്നൊക്കെ പറയുമ്പോൾ 23 കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇൻറ്റ് ചെയ്താൽ മതി. ഏകദേശം 6000 ആയി. 6000 രൂപയായി. ക്രോസിൻ്റെ വേറൊരു മോഡൽ നല്ല സ്മൂത്താണ് കേട്ടോ. ക്രോസിൻ്റെ പ്യൂമയുടെ ഷൂ ഉണ്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ പ്യൂമ, പിന്നെ ക്രോസ്, പിന്നെ അഡിഡാസ്, അങ്ങനെയുള്ള കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. ബൈ 2 get 1 എന്ന്, അതായത് 3 മേടിച്ച് കഴിഞ്ഞാൽ 2 മേടിച്ച് കഴിഞ്ഞാൽ 1 ഫ്രീ ആയിട്ട് കിട്ടും. ടോട്ടൽ 149 ദിർഹമാണ്. അതായത് 2 മേടിക്കുമ്പോൾ 300 ദിർഹമാവും. 300 ദിർഹം എന്ന് പറയുമ്പോൾ 6000 രൂപ. 6000 രൂപയ്ക്ക് 3. ഓ ഗൈസ്, 6000 അല്ല, അതിൽ കൂടുതലായിട്ടുണ്ട്. 6000, 6500, 7000 രൂപയുടെ അടുപ്പിച്ചാവും. അതാണ് ഇത്രയും. ഇത് നമ്മളെ സ്നീക്കേഴ്സിൻ്റെ ഇത് അഡിഡാസിൻ്റെയാണ് കേട്ടോ. അഡിഡാസിൻ്റെ സംഭവം. ഇത് അഡിഡാസാണ്. ഇത് നൈക്കിൻ്റെ. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേസ്. ഇനി അടുത്ത കടയിൽ പോകാം. ഇതെല്ലാം ജേഴ്സികളാണ് കേട്ടോ. ജേഴ്സികൾ, സൈക്കിളുകൾ. ഓക്കെ, 2500 ദിർഹത്തിൻ്റെ സൈക്കിളൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. ഇത് ജേഴ്സികൾ. നമ്മൾ സ്കൈ ദുബായിലോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറുക കേട്ടോ. ഇതാണ് സ്കൈ ദുബായ്. ഇവിടെയാണ് മറ്റേ വിൻ്റർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, പിള്ളേർക്ക് വേണ്ടിയുള്ള കളിക്കുന്ന സാധനങ്ങൾ. ഇതാണ് കേട്ടോ. നമ്മളിപ്പം ക്രിസ്മസ് ഇങ്ങോട്ട് കയറിയില്ല. നല്ല രസമാണ് കാണാൻ. ഇവിടെ തന്നെയാണ് ടിക്കറ്റ് എടുക്കേണ്ടതുള്ള. സ്കൈ ദുബായിക്ക് വേണ്ടി പോകാൻ വേണ്ടിയുള്ള ടിക്കറ്റ്. ഇവിടെയാണ് സ്നോയും കാര്യങ്ങളൊക്കെ വീഴുന്നത്. ഗോയ്സ് അവിടെ കണ്ട വെച്ചാൽ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകാം. അവിടെ ആൾക്കാർ കുറേ മണി അങ്ങോട്ട് പോയി കാണിച്ചു തരാം. ഇവിടെയാണ് ഈ പ്രൈസ് എഴുതി വെച്ചേക്കണ്ട. 260 AD. നല്ല റേറ്റാണ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടത് ഏതാണെന്ന് വെച്ചാൽ 260 ഏറ്റവും മിനിമം സ്നോ ഫണ്ടിന് വേണ്ടി മാത്രം. ഇത് നോക്കി നല്ല രസമുണ്ട്. ഒരു കൊച്ചവിടെ ഇരിക്കുന്നുണ്ടോ. ഇതേപോലെ കുറച്ച് ജാക്കറ്റുകളുണ്ട്. സ്കൈ ദുബായിയുടെ ജാക്കറ്റുകളാണ് ഇവിടെ ഇട്ടേക്കുന്നത്. ഇത് ഗൈസ് ഇത് ഭയങ്കര റേറ്റാണല്ലോ. 445 ദിർഹം. അപാര റേറ്റാണ്. പിന്നെ ഇതേപോലെ പിള്ളേർക്കിടാൻ വേണ്ടിയുള്ള കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല റേറ്റാണ് കേട്ടോ എല്ലാത്തിനും. ദുബായി നിങ്ങൾ മാളിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ സോനിയർ ഷോപ്പ്, പിന്നെ കീ ചെയിൻസ് ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. കണ്ടോ കീ ചെയിൻസ് ചെയ്തിരിക്കുന്നത് അടുക്കി വെച്ചേക്കും. ഇത് എത്ര ദിർഹംസ് ആണ് ഗൂയിസ്. ഇത് കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ള സാധനമാണ് കണ്ടോ. ഇതും കൊച്ചു പിള്ളേർക്ക് വേണ്ടിയുള്ള സാധനം. എല്ലാം കൊച്ചു പിള്ളേർക്കുള്ളതേ ഉള്ളൂ. ഫൺ ഫോർ കിഡ്സ് ആണെന്ന് തോന്നുന്നല്ലേ. ഒരുപാട് നാറ്റമാണ് ഗെയ്സ് ഇവിടെ എല്ലാം. നിങ്ങൾക്ക് ഈ ഒരു സാധനത്തിൻ്റെ ഈ തറകടയാണോ എന്ന് അറിയാൻ പറ്റും. ജാക്കറ്റ്സുകളാണ്. സ്കൈ ദുബായ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പോൾ അവരുടെ ജാക്കറ്റുകളാണ്. എല്ലാത്തിനും ഭയങ്കര റേറ്റാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അതാണ് 415 ദിർഹം. ദിർഹത്തിൻ്റെ കളിയാണ് ഗൂയിസ്. ആഹാ എന്താ സുഖം. ഇതിനൊക്കെ എത്ര ഞാൻ പറഞ്ഞുതരാം. ഇതിന് എത്ര റേറ്റ് ഒന്നും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ലല്ലേ. എല്ലാം എന്തായാലും നല്ല റേറ്റ് ആയിരിക്കും ഗൂയിസ്. ഇവിടെ കണ്ട ഇത് ഈ ഒരു കയ്യാറയ്ക്ക് വരെ 135. എല്ലാം 23 കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഇൻറ്റു ചെയ്താൽ മതി. ഞാൻ അതിന് കൺവേർട്ട് ചെയ്ത് പറയുന്നില്ല. ഇത് നോക്കി 1350. 30,000 രൂപയുടെ ജാക്കറ്റോ. 30,000 അല്ല, 25,000 26,000 രൂപ വരും ഈ ജാക്കറ്റിന്. ഗൈസ് ഒടുക്കത്തെ വിലയാണ് എല്ലാത്തിനും. ഇതിൻ്റെ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഒടുക്കത്തെ വിലയാണല്ലോ. ഒരു ഹെൽമെറ്റൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഉള്ള സ്കേറ്റിംഗ് ചെയ്യാനുള്ള ആ ഒരു പലക അല്ലടാ, സ്കേറ്റിംഗ് പലക. ഷൂ ഉണ്ട്. സ്കേറ്റിംഗ് മറ്റേ നമുക്ക് അതിലിട്ടുകൊണ്ട് പോകേണ്ടുള്ള ഷൂ ഉണ്ട്. അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഈ ഷോപ്പിലുണ്ട്. ഇവിടെ പിള്ളേർക്ക് വേണ്ടി കുറേ സംഭവങ്ങൾ. ഇതാണ് ഫോട്ടോ എടുക്കാൻ. ഇത് ഫോട്ടോ എടുക്കുന്ന സാധനമാണോ അതൊരു വാട്ടർ ബോട്ടിലോ? എന്തായാലും ഇതിന് 125 ദിർഹമാണുള്ളത്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുക. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തിട്ട് അകത്തോട്ട് കയറേണ്ടത്. സ്കൈ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്ക് സ്കേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവം. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി ഒന്നും കാണാൻ പറ്റത്തില്ല. എനിക്ക് വന്ന് ഇതിൻ്റെ കണ്ണാടി ഒരു മേളിൽ കയറിയാലും കാണാൻ പറ്റും. കുറേ റീലുകൾ കണ്ടിട്ടുള്ളത്. ടിക്കറ്റ് എടുത്ത് കയറേണ്ടത് ഏറ്റവും കുറവെന്ന് വെച്ചാൽ 260 ദിർഹത്തിനാണ്. ഇവിടെ ജസ്റ്റ് ചെറിയൊരു ആക്ടിവിറ്റി മാത്രം ചെയ്യാൻ പറ്റും. പിന്നെ സ്കേറ്റിങ് കാര്യങ്ങളൊക്കെ 250, 350 ആ റേഞ്ചാണ്ട് വരും. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ ആൾക്കാർ എടുക്കുന്നുണ്ട്. ആക്ടിവിറ്റി അതായത് നമ്മൾ അവിടെ നിന്ന് പൈസ 220 ദിർഹം കൊടുത്ത് കയറുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആക്ടിവിറ്റി സ്നോ വീഴുന്നുണ്ട്. ഇതിന് ഡ്രസ്സിന് വരെ നമ്മൾ ക്യാഷ് കൊടുക്കണം കേട്ടോ. ആൾക്കാർ സ്നോ വീഴുന്നതൊക്കെ എടുക്കുന്നു. നമ്മൾ മനാലി, ലഡാക്ക്
ഇങ്ങനെ പോയപ്പോൾ സ്നോ വീണില്ലേ, അതേപോലത്തെ സ്നോയാണ് ഈ വീഴുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ സ്നോ. നല്ല രസമാണ് ഗൈസ്. ഇതിൽ എവിടെ കണ്ടോ ഇതേപോലെ സംഭവങ്ങൾ. ഇതിന് 300 എത്ര രൂപയാണെന്ന് തോന്നുന്നു, 300 400 എത്ര രൂപയാണ്, രൂപയല്ല ദിർഹമാണ് അങ്ങനെ വരുന്നത്. എന്തായാലും നമുക്ക് അതിൻ്റെ മേളിൽ പോയി കഴിഞ്ഞാൽ ഇത് ആ സംഭവങ്ങൾ കാണാൻ പറ്റും. നമുക്ക് എന്തായാലും അങ്ങോട്ട് മേളിലോട്ട് കയറി നോക്കാം. ഗൈസ് അടിപൊളി കേട്ടോ, സ്കേറ്റിംഗ് ഒക്കെ ഉണ്ട്. മേളിൽ നിന്ന് ആൾക്കാർ കാണുന്നുണ്ട്. ഗൈസ് ഇവിടെ നിന്നൊരു താഴെ നിന്നൊരു കൊച്ചു പോയി ഞാൻ കണ്ട പോലും. ഗൈസ് ഇവിടെ കണ്ടോ ആൾക്കാർ കിടന്നൊക്കെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. ഇവിടെ കിടന്ന് വിളയാടുകയാണ് ഗൈസ്. കണ്ടിട്ടില്ലടാ മഞ്ഞൊന്നും. സ്നോ വീഴുന്ന സ്ഥലത്തല്ല അവിടെ കൂടെയാണ്, അതിലേക്കൂടെ ഇങ്ങനെ സ്നോ ഇങ്ങനെ വരും. അതായത് എല്ലാ സ്ഥലത്തും സ്നോ ഇല്ല, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ സ്നോ വീഴുന്നത് കേട്ടോ, വേറെ അങ്ങോട്ടൊന്നും സ്നോ ഇല്ല. ഇന്ത്യയിലും ഉണ്ട് സ്നോ വേൾഡിൽ 800 രൂപ ഉണ്ടല്ലോ. ഇവിടെ നല്ല റേറ്റാണ്, 260 ദിർഹമാണ് സ്നോ വേൾഡിൽ കയറാൻ എൻട്രി. പിന്നെ വേറെ ആക്ടിവിറ്റീസ് ഉണ്ട്, വലിയ മറ്റേ സംഭവങ്ങളൊക്കെ വരുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ നമ്മളെന്തായാലും ഇപ്പോൾ നിൽക്കുന്ന മാൾ ഓഫ് എമിറേറ്റ്സിലാണ്. ഇവിടുത്തെ ഫുൾ വീഡിയോസ് ഇവിടെ 90% ഓഫർ ഉണ്ടായിട്ട് വന്നത് കേട്ടോ. എന്തായാലും ഇവിടുത്തെ കുറച്ച് വീഡിയോസും കുറേ കടകളിൽ കയറി കുറച്ച് വിലകളും കാര്യങ്ങളൊക്കെ നോക്കി കാണിച്ചു. അപ്പോൾ ആരും ചോദിക്കേണ്ട ആവശ്യമില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വില. നല്ല റേറ്റാണ് എല്ലാത്തിനും. പിന്നെ റേറ്റ് കുറഞ്ഞ കടകളും ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കുന്നത് ക്രിസ്മസിൻ്റെ അന്നാണ് വന്നിരിക്കുന്നത്. വെർജിൻ എന്ന് പറയുന്ന ആ ഒരു ഷോപ്പിലാണ്. വെർജിൻ മൊബൈലൊക്കെ ഇല്ലേ അതിൻ്റെ. അപ്പം ഇവിടെ ഐഫോൺ വെച്ചിട്ടുണ്ട്, പ്രോ ഏതാ ഐഫോണിൻ്റെ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില നിങ്ങൾ കണ്ടായിരുന്നു. ഇതിപ്പോൾ ഐഫോൺ 16 ആണ് വരുന്നത്. ഏകദേശം 3200 തരും. നമുക്ക് ഇല്ല 23 കൊണ്ട് എൻ്റെ ചെയ്യുക. ഒരു റേറ്റ് കുറവൊന്നുമില്ല. ഇത് ആപ്പിൾ വാച്ചാണ്, 3199 രൂപ. അങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. പ്രോ മാക്സ് ഒക്കെ ഇരിക്കുന്നുണ്ടോ, 5999 രൂപ. അല്ല 5099 രൂപ കേട്ടോ. നമ്മളെ എയർപോർട്ട് പോസ്റ്റ്. പിന്നെ ഐഫോണിൻ്റെ കുറേ കേസും കാര്യങ്ങളും. ഇതിൻ്റെ റേറ്റ് ഏതാ? 16 രൂപ ഉള്ളൂ അല്ലേ? ഐഫോണിനെക്കാട്ടി വിലയാണല്ലോ. ഗ്രീൻ ഗോൾഡ് 24 ക്യാരറ്റ് വെറും പൗച്ച് മാത്രമുണ്ട്. അതിൻ്റെ വില ഉണ്ട് 16,000. അതായത് 3 ലക്ഷം രൂപ വരും. 3 ലക്ഷം രൂപ ആ റേഞ്ചാണ്ട് നമ്മൾ അറേഞ്ച് വരും. അതേപോലെ ഇതുണ്ട് ഗോൾഡ്. ഇത് ഗോൾഡിൻ്റെ 24 ക്യാരറ്റ് ഗോൾഡിൻ്റെ. അത് ഏകദേശം ഇതും 15 ദിർഹം. ഗൈസ് ഇതും ഏകദേശം 6000, 3 ലക്ഷം 4 ലക്ഷം വരും. പൗച്ചിന് മാത്രമാണ്. ആലോചിച്ച് നോക്കണം. ഇതെല്ലാം പൗച്ചുകളും കാര്യങ്ങളൊക്കെ. ഇതിനെല്ലാം ആ റേഞ്ച് നിങ്ങൾ നോക്കിയാൽ 150, ഏകദേശം 30,000, 40,000 ആ റേഞ്ചിൽ വരുന്ന സംഭവം. 11,000 പ്ലാറ്റിനം. പിന്നെ കുറേ കേസുകളും കാര്യങ്ങളുണ്ട്. കേസാണ് ഇത് ഫുൾ വെച്ചിരിക്കുന്നത്. ഇതുണ്ട് വാച്ചസ് വെച്ചിട്ടുണ്ട്. മേറ്റ് X6, ഹുവായിയുടെ മേറ്റ് X6. നമ്മളെ ഇന്ത്യയിൽ എന്തായാലും ഈ സാധനം വരത്തില്ല, നിരോധിച്ച സംഭവങ്ങളൊക്കെ. അപ്പം ഹുവായിയുടെ കുറേ സംഭവം. ഹുവായിയുടെ ഇഷ്ടം പോലെ, ഇത് ലിനോവയുടെ ഹുവായിയുടെ ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് കേട്ടോ. ഡയറക്റ്റ് ചൈനയുടെ സാധനങ്ങൾ കൂടുതലും ഇവിടെ ഇറങ്ങാറ്. ഒരു ഡീലൊക്കെ ഉണ്ട് ചൈനയുടെ. അതുകൊണ്ട് ഇതൊക്കെ വെറും ഇത് മാത്രമാണ്, ഡെമോ മാത്രമാണ്. ഇവിടെ ക്യാമറ, നൈക്കോണിൻ്റെ ക്യാമറ വെച്ചിട്ടുണ്ട് കേട്ടോ. 3699 രൂപ ദിർഹം തരും ഗൈസ്. ഏകദേശം 60,000, 20,000, 50,000 ആ റേഞ്ച് വരും. എന്നതല്ല അത് പറയാം. ഗൈസ് ഇതുണ്ട് നൈക്കോണിൻ്റെ അല്ല ക്യാനോൻ്റെ ആ ഒരു പ്രിൻ്റർ കണ്ടോ. ഫോട്ടോ എടുക്കുക, പ്രിൻ്റ് ചെയ്തെടുക്കുക, ഇത്രേ ഉള്ളൂ. വേറെ ഇതൊന്നുമില്ല. ഇത് നമ്മളെ ഗിംബൽ കൊള്ളാം കേട്ടോ. S24 അൾട്ര, ഗാലക്സി S24 പ്ലസ് അൾട്രയൊക്കെ ഇരിക്കുന്നുണ്ടോ. അൾട്രയുടെയൊക്കെ ഞാൻ കുറേ എടുത്തിട്ടുള്ളതാണ് വീഡിയോ. ജസ്റ്റ് ദുബായിൽ വന്നപ്പോൾ ദുബായിയുടെ ക്വാളിറ്റി നോക്കാൻ ഗൈസ് എന്ന് പറഞ്ഞ് നോക്കിയതാണ്. ക്യാമറയൊക്കെ വെടിച്ചൊരു സംഭവമാണ്. നമ്മൾ ഓൾറെഡി വന്ന് എടുത്തിട്ടുണ്ട് ഗൈസ് അൾട്രയുടെയൊക്കെ റിവ്യൂ. ഇതും X24 അൾട്ര. ഒരു ഗെയിമിംഗ് PC ആണ്. ഇവിടെ നോക്കിയേ, ഡിസ്കർവ്ഡ് ഫ്രെയിംലെസ് ആണോ? അത് ഒന്നും ചെയ്യണ്ട, നമ്മൾ കുളവാക്കണ്ട. ഇവിടെ പിള്ളേർ വന്ന് ഇവിടെ കുറേ അടിച്ച് കളിച്ചിട്ട് പോയതാണ്. കളിക്കാമെന്ന് വിചാരിച്ച് വന്നേ, പക്ഷെ പറ്റിയില്ല ഗൈസ്. അപ്പം ഇവിടെ വെറൈറ്റി സംഭവങ്ങളാണ്. ഗെയിമിംഗ് ആണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഡിസ്പ്ലേയുടെ ഒരു ബഹളമാണ്. ആ ഡിസ്പ്ലേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഒരു കർവ്ഡായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. നമുക്ക് ഗെയിമിംഗ് കളിക്കാൻ കേട്ടോ. ഇതൊക്കെ ഗെയിം കളിക്കാനും എഡിറ്റ് ചെയ്യാനും പറ്റും. ഗെയിം കളിക്കാൻ വേണ്ടി അത് മെയിനായിട്ട് സംഭവം വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഒന്നും ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. സൗണ്ട് വല്ലതും കേൾക്കാൻ പറ്റുമെങ്കിൽ കൊള്ളായിരുന്നു. ഇതിൻ്റെ അകത്ത് തന്നെ സൗണ്ട് കേൾക്കാൻ പറ്റും ഗൈസ്. എന്തുമാത്രം കർവ്ഡായിട്ടുള്ള ഡിസ്പ്ലേ നോക്കി. ഗെയിം കളിക്കാനും സിനിമയെ കാണാനും ഈ സംഭവം പൊളിയായിരിക്കും.
ജസ്റ്റ് എനിക്കൊന്ന് സിനിമ കാണാൻ അത്രയ്ക്ക് ഇത് നല്ല രീതിയിൽ എന്തുണ്ട്. പക്ഷെ മറ്റേ അവിടെ ഇരുന്ന സാധനം അടിപൊളി കേട്ടോ. ഗെയിം കളിക്കാനും പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ സംഭവം, നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിലൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഇച്ചിരി കുറച്ചും കൂടെ കർവ്ഡായിട്ടുള്ള നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. സാംസങ്ങിൻ്റെയാണ് സംഭവം വെച്ചിരിക്കുന്നത്. ഒഡീസിയ സാംസങ്ങിൻ്റെ സാധനമാണ് ഗെയ്സ് കണ്ടോ. ലോജിടെക്കിൻ്റെ ഒരു കീബോർഡും വെച്ചിട്ടുണ്ട്. ഗെയ്സ് ഇവിടെ ഒരു ഗെയിമിംഗ് സ്റ്റുഡിയോ കിടക്കുന്നു. പാസ്വേഡ് ID അടിച്ച് വേണമെങ്കിൽ കയറി നമുക്ക് ഗെയിം കളിക്കാം. അത്രേ നമുക്ക് പറ്റത്തുള്ളൂ. കണ്ണാടി വെച്ചിട്ടുണ്ട് ഗെയ്സ് ഇവിടെ. സ്മാർട്ട് ഗ്ലാസ് ആയിട്ട് ലോജിടെക്സിൻ്റെ ഹെഡ്ഫോൺ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ വിലയൊന്നും ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല. വിലയൊക്കെ ഇനി അവിടെ ചോദിക്കണം, അത്രേ ഉള്ളൂ. കർവ് ഡിസ്പ്ലേ എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇതൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേ, പക്ഷേ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷേ കർവ് ഡിസ്പ്ലേയിൽ സിനിമയെ കാണാൻ അടിപൊളിയാണ്, പൊളിയാണ്. ഞാൻ കാണിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കർവ് ഡിസ്പ്ലേ അതാ ഈ ഡിസ്പ്ലേ. നമുക്ക് കറക്റ്റ് മോണിറ്ററിൽ സിനിമ കാണാനും ഗെയിം കളിക്കാനും പൊളിയാണ്, ഒരു രക്ഷയില്ല. 3D എഫക്റ്റ് വരും കേട്ടോ ഈ ഒരു കർവ് ഡിസ്പ്ലേയിൽ. ഇവിടെ കണ്ടെങ്കിൽ ഗെയിം കളിക്കാം, ചേണ്ടായിരുന്നു ഗെയിം കളിക്കുന്നുണ്ടോ. പിന്നെ ഞാൻ കയറിയില്ല, ഇനി നമുക്ക് കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. കൊച്ചു പിള്ളേർക്കുള്ളതാണോ, ലോജിടെക്സിൻ്റെ സാധനമാണ്. സോണിയുടെ പ്ലേ സ്റ്റേഷനായിരിക്കുന്നത്. ഗെയിമിംഗ് സെക്ഷനാണ് ഫുള്ളുള്ളത് കേട്ടോ, പിള്ളേർക്ക് വേണ്ടി. മീൻസ് ഇതുമൊക്കെ യൂട്യൂബ് അയച്ചു കൊടുക്കുന്ന ഇല്ല സാധനം, പാട്ടുപെട്ടി യൂട്യൂബ് ഷോർട്സ് അയച്ചു കൊടുക്കത്തില്ലേ, ആ സാധനമായി ഇരിക്കുന്നത്. നമ്മുടെ മെസ്സിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. മേടിക്കാം ആൾക്കാർക്ക്, ചിലപ്പം 3-4 ലക്ഷം 5 ലക്ഷമോ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം കൊടുത്താൽ കിട്ടുമായിരിക്കും. സൈക്കിളുണ്ടോ അടിപൊളി കേട്ടോ, നല്ല ഗംഭീരമായിട്ട് സൈക്കിൾ. കളിക്കാൻ പറ്റുമോ? പക്ഷെ ഇതിൻ്റെ അകത്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എസ് കൊടുക്കുക. ഈ ചെറിയ സാധനത്തിൽ എങ്ങനെ കളിക്കും? ക്വിസ് അറബാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ വിട്ടു. മാജിക് വേൾഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി കയറുകയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മേളിൽ ഞങ്ങൾ രണ്ടുപേരും മാജിക് പ്ലാനറ്റിലോട്ട് വന്നിരിക്കുകയാണ്. സംഭവം എന്താണെന്നൊന്നും അറിയത്തില്ല, എന്ത് മാജിക്കാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബോൾ എറിയത്തില്ലേ, കുട്ടികളൊക്കെ ബോൾ എറിയാം. നടക്കാം. കൂടി പിള്ളേരൊക്കെ ഇതുവരെ കയറിപ്പോകാൻ കഴിയും. നമ്മൾ നോക്കി നടക്കണം. ഇങ്ങനെ ബോളെറിഞ്ഞ് മറ്റേ ഇത് കൊള്ളിക്കത്തില്ലേ, ആ സംഭവം. ഇതിനകത്ത് ഗെയിമിങ് എന്താണ് സംഭവം എന്ന് അറിയത്തില്ല. പക്ഷേ ഫ്രീ ആണോ എന്നറിയാം. എന്തായാലും ഒന്നും ഫ്രീ അല്ല, കാശിൻ്റെ ആലയം കിട്ടുമ്പോൾ ഈ മോളിൻ്റെ അടുത്ത് ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ദുബായ് മോളാണ് ഏറ്റവും വലിയ മോൾ കേട്ടോ. UAE ഏറ്റവും വലിയ മോളാണ് ദുബായ് മോള്. ഇവിടെ പിള്ളേർ ഗെയിം കളിക്കുന്നില്ല. നമ്മൾ കറക്റ്റ് ലുലു മാള് അവിടെ കയറി പോകണ പോലെ തന്നെ സെയിം കാർഡ് റീചാർജ് ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് ഒരക്ക് സപ്പോർട്ട് ചെയ്യും. ഇവിടെ ഫുള്ളും കിഡ്സിൻ്റെ ഫുൾ ഏരിയ, കിഡ്സിൻ്റെ അവിടെയാണ് കാർഡ് ചാർജ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പ്ലേ ചെയ്യും. ചിലതിലൊക്കെ കോയിൻ ഇടുക, ചിലതിലൊക്കെ കാർഡ് വയ്ക്കുക, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണുള്ളത്. ഇവർ കോയിനിട്ട് കളിക്കാൻ പറ്റും. ഇൻസേർട്ട് കോയിനും നൽകിയിട്ടുണ്ട്. എല്ലാ പിള്ളേരും സംഭവങ്ങളാട്ടോ, ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പിള്ളേരൊക്കെ ഇവിടെ വന്ന് കളിച്ച് പറയാം. നമ്മളെ ലുലുവിലുള്ള അതേ സെയിം സാധനം തന്നെയായിരുന്നു. സെയിം സാധനമല്ല, അതിനകത്ത് കുറച്ചും കൂടെ കൂടുതൽ സാധനങ്ങൾ ഇവിടെ ഇൻക്ലൂഡഡാണ്. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. കാശ് പോണ വഴി അറിയത്തില്ല. പിള്ളേരെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കാശ് പോണ വഴി അറിയത്തില്ല. കുറേ ഗെയിം കളിക്കാനുള്ള ഇത് മേളിൽ കൊണ്ടുവന്ന് പിള്ളേരെ വിട്ടാൽ മതി, വേറെ വിഷയമൊന്നുമില്ല. ആൾക്കാർ കളിക്കുന്നതൊന്നുമില്ല. ഇത് പിള്ളേർക്ക് വേണ്ടിയുള്ള മറ്റേ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇല്ല. അത് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇത് ഓഫാക്കി ഇട്ടേക്കില്ല, ലേസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കിട്ടാം. ഇത് പിള്ളേർക്ക് കളിക്കുന്നുള്ള ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇത് കണ്ടോ, ഇങ്ങോട്ടെല്ലാം വെറും കൊച്ചു പിള്ളേർ സെക്ഷനാണ്. ആ സൈഡ് വെറും കൊച്ചു പിള്ളേർ സെക്ഷൻ. ഇത് അട്രാക്ട് ചെയ്യുന്നുണ്ട് കൊച്ചു പിള്ളേരെല്ലാം അട്രാക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇഷ്ടം. നമ്മളെന്തായാലും ഇനി ഇവിടെ നിന്ന് ഇറങ്ങുക. നമ്മളാ ലുലു മാളിലെ ഏറ്റവും മേളിലുള്ള ടോപ്പിൽ വരും കാണത്തില്ലേ, ആ സെയിം സംഭവം തന്നെയാണ്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഗെയിം കളിക്കാം, കുടുംബം ഫുള്ളോടെ ഇരുന്ന് ഗെയിം കളിക്കാം. ഈ സംഭവം കൊള്ളാം കേട്ടോ. ഇതെല്ലാം അവിടെ കണ്ടോ ഓർഡർ. നമ്മളിവിടെ വന്നിട്ട് 90% ഓഫർ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ബാക്കി ഓഫേഴ്സൊക്കെ ഉണ്ട്, കുറേ ചെറിയ ചെറിയ ഓഫേഴ്സ് ഉണ്ട്. എന്നാലും നമുക്ക് വെളിയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടി നല്ല ലാഭത്തിന് കിട്ടും. അങ്ങനെ സംഭവങ്ങളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ വേണമെങ്കിൽ ഗെയിമിങ് കാര്യങ്ങൾ ചെയ്യാം.
എല്ലാം കൊച്ചു പിള്ളേർക്കുള്ളതാണ്. വലിയവർക്കുള്ള ഗെയിമും കാര്യങ്ങളും കുറവാണ്. ആ സംഭവം കൊള്ളാം, അത് വലിയവർക്കുള്ള ഒരു സംഭവം. എന്തായാലും ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. എമിറേറ്റ്സ് മോൾ ഫുള്ള് കറങ്ങിയിട്ടുണ്ട്. ഇതുവരെയായിട്ട് നമ്മൾ 90% ഓഫറിനോട് സാധനം കിട്ടും. ഇല്ല 40% ഓഫറും നല്ല റേറ്റുമാണ്. നമ്മൾ 90% ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് വന്നത്. നമ്മൾ ഇനി കുറച്ചും കൂടെ കറങ്ങിയിട്ട് നേരെ പോകും കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല, എല്ലാം ഫോറിനേഴ്സാണ് വരുന്നത് കേട്ടോ. മലയാളികളോ ഇന്ത്യൻസോ ഒന്നും നമ്മൾ കണ്ടില്ല. അതിന് ഇടയ്ക്ക് കുറച്ച് മലയാളീസ് നമ്മൾ കണ്ടു. എവിടെ ഫുഡിൻ്റെ അവിടെയും കണ്ടിട്ടില്ല, എല്ലാം ഫോറിനേഴ്സാണ്. നമുക്ക് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. എന്തേ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ കണ്ടു കുതിരയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാണ് ആ പാട്. ഇതാണ് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോർ, രണ്ടാമത്തെ ഫ്ലോർ. എനിക്ക് 2, പിന്നെ ഇതിൻ്റെ മുകളിൽ പിള്ളേർക്ക് കളിക്കാനുള്ള 3 ഫ്ലോറാണ് നമ്മുടെ മാൾ ഓഫ് എമിറേറ്റ്സ്. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. ആണ് നമ്മളെ എമിറേറ്റ്സ് മോളിൻ്റെ ഒരു ഈ മേളിലത്തെ ഈ സെക്ഷൻ കണ്ട അടിപൊളി രസമുണ്ട് കാണാനൊക്കെ. ഗൈസ് നമ്മളിതാ ഏറ്റവും മേളി വന്നിട്ടുണ്ട് നമ്മുടെ എമിറേറ്റ്സ് മോളിൻ്റെ. എന്നാ ഭംഗി നോക്കി, അടിപൊളി രസമുണ്ട് കേട്ടോ. അതാ ഇതിൻ്റെ താഴോട്ട് നോക്കി, ഒരു രക്ഷയില്ല ഗൈസ്. ഇതാണ് ഏറ്റവും മുകളിൽ നമ്മൾ വന്നിരിക്കുന്നത്. ഒരു കാർ അവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്ന ആ കാർ. 2 കാർ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അവിടെ പോയി അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാം ഗൈസ്. ഇത് നോക്കി എന്ത് ഭംഗി നോക്കി കാണാനോ ഗൈസ്. എൻ്റെ തമ്മിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കും ഇടുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ആൾക്കാരൊക്കെ ഒന്ന് ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഗൈസ്. ഒരു രക്ഷയില്ല, ആൾക്കാരെ കൂട്ടങ്ങളാണ്. നമ്മളെ ദുബായ് മോളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മലയാളികൾ കൂടുതലായിരിക്കും. പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് ഫോറിനേഴ്സ് മാത്രമായിട്ടോ. ഞാൻ കുറേ വട്ടം പറഞ്ഞത്, പക്ഷേ അത്ര ആൾക്കാരാണ് ഗീസ്. എല്ലാം കയറി വരുന്ന ഫോറിനേഴ്സ് ആയിരിക്കും ഗീസ്. ഇവിടെ വെച്ചൊരു കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഫോട്ടോസ് എടുത്ത് തമ്മിൽ ഇതാക്കണം ഗീസ്. ഇതിൻ്റെ മുകൾ കണ്ടോ, ഫുള്ള് ഗ്ലാസ്സാണ്, ഫുൾ അങ്ങ് അറ്റം വരുന്നുണ്ട്. നമുക്ക് അവിടെ എന്താണെന്ന് പോയി നോക്കിയിട്ട് വരാം. ഇത്ര സെക്ഷൻ, ഇത് ഫോട്ടോ എടുക്കാൻ കിട്ടില്ല സെക്ഷൻ. നിങ്ങൾ ഈ ഫ്രെയിം ഒന്ന് നോക്കിയാൽ, ഈ ഫ്രെയിം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അടിപൊളി സെക്ഷനാണ് കേട്ടോ ഈ ഒരു ഫോട്ടോ. കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ നിരന്ന് ഫോട്ടോ എടുക്കാൻ പറ്റി. അപ്പോൾ നമ്മളെന്തായാലും ഇനി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു സെക്ഷനിൽ കയറാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് അതിൻ്റെ ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ അവർ ലൈറ്റൊക്കെ ഇട്ട് കിട്ടിലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ താഴെ ഒരു കുറേ വണ്ടികളിട്ടുണ്ട്. ആ വണ്ടി ഒന്ന് കാണാൻ പോകും. ഇവിടെ ഒരു മറ്റേ ടെസ്ലയുടെ ഒരു വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞത് നമുക്കൊന്ന് നോക്കാം. അത് ഏത് ഭാഗത്താണ് ഇട്ടേക്കുന്നത് എനിക്ക് അറിയത്തില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാം കറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കയറി നോക്കാം ടെസ്ലയുടെ ആ ഒരു വണ്ടി എവിടെ ഇട്ടിരിക്കുന്നത്. മിക്കവാറും താഴെ ആ പോർഷനിലായിരിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കണം ടെസ്ലയുടെ വണ്ടി എവിടെ ഇട്ടിരിക്കുന്നത്. നമ്മളെന്തായാലും ഇനി ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് ആ ഒരു പോർഷനിൽ കയറി നോക്കുക എന്താണ്. ഈ ഒരു സെക്ഷൻ നോക്കി അടിപൊളി രസമുണ്ട് കാണാം. അതോ പിന്നെ ഭംഗി നോക്കി കേസ്. ഇത് നമ്മൾ നേരിട്ട് കാണുന്ന കേസ്, എന്നാലും അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഫുഡ് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെയാണ്, ഫുഡ് കഴിക്കാം ആൾക്കാർക്ക്. അത് നല്ല രസമുണ്ട് കേസ് കാണാൻ. അവിടെ ലൈറ്റ് ഇട്ടേക്കുന്നത്, ഇവിടെ ഒന്നും ലൈറ്റ് ഇട്ടില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ നമുക്ക് പാർക്കിങ്ങിലോട്ടൊക്കെ പോകാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. എന്തായാലും നമ്മളിനി പ്രയർ റൂം അങ്ങോട്ടുണ്ട്, ഫീമെയിലിന് അങ്ങോട്ട്, മെയിലിന് ഇങ്ങോട്ട്. ഇതാണ് 3 നില മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇനി നമ്മൾ ഇറങ്ങി താഴോട്ടിറങ്ങി പോകാൻ പോവുക. നമ്മളിപ്പം ഒരു ഹൈപ്പർ മാർക്കറ്റിലോട്ട് വന്നിരിക്കുക. ഇവിടെ ഫുഡ് ഐറ്റങ്ങളും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. റേറ്റുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വന്നതാണ്. ജസ്റ്റ് ഒന്ന് കറങ്ങാം. നമ്മുടെ സാധാ നോർമൽ ബ്രെഡിനൊക്കെ 3 രൂപ കറക്റ്റാണ്. വെളിയിൽ കിട്ടുന്ന അതേപോലത്തെ തന്നെ സംഭവം തന്നെ 3 ദിർഹമൊക്കെ ഉള്ളത്. അതേപോലെ കുറേ സമയം ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, എല്ലാ സ്ഥലവും ഒന്ന് കറങ്ങി നോക്കട്ടെ, ആ റേറ്റ് കുറവുണ്ടോ ഇല്ലേ. ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് വിശക്കുന്ന കേസ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് മേടിക്കും. ഇതേപോലെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയാലേ ഫുഡ് വില കുറച്ച് കിട്ടും. അല്ലാതെ ബാക്കിയുള്ള ഫുഡ് കോർട്ടിലൊക്കെ നല്ല വിലയാണ്, ഇരട്ടി കൊടുക്കണം കേസ്. അപ്പോൾ ഒരു 5 ദിർഹത്തിൻ്റെ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ അത് 25 ദിർഹം കൊടുക്കണം. അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അത് കറക്റ്റ് അവിടുത്തെ റേറ്റാണ്, എല്ലാം സെയിം റേറ്റാണ് കേട്ടോ. എല്ലാം നമ്മൾ വെളിയിലത്തെ അതേ സെയിം റേറ്റാണ് ഈ ഹൈപ്പർ മാർക്കറ്റിലുള്ളത് കേട്ടോ. നമ്മളെന്തായാലും ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് പോയി അവിടെ നോക്കാം ഫുഡ് ഐറ്റം ഉണ്ടോ നോക്കാം. ഹൈപ്പർ മാർക്കറ്റ് 70% ഓഫർ എന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. സ്വീറ്റ്, ബിസ്ക്കറ്റ്, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ ഉണ്ട്. അങ്ങ് വരെ ഉണ്ട്, അങ്ങ് അറ്റം വരെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ കണ്ടോ ഈ 3 ദിർഹം ഒരെണ്ണത്തിനാണ് കേട്ടോ. ചിലപ്പോൾ ഒരെണ്ണമാകാം, 2 ആകും. ഇതാണ് ഹൈപ്പർ മാർക്കറ്റ്. ഞങ്ങൾ ഫുഡ്, ചിക്കൻ, അങ്ങനെ അൽഫാമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഒക്കെ അതൊന്നുമില്ല. ബ്രെഡ് ഐറ്റം ഉണ്ട്, ഒരുവിധം നല്ല റേറ്റ് കുറവാണ് കേട്ടോ. നമ്മളെന്താ വെളിയിൽ നിന്ന് മേടിക്കുന്ന അതേ സെയിം റേറ്റ് തന്നെയാണ്. പിന്നെ ചിലതിനൊക്കെ 70%, 20%, 30% ഓഫർ വെച്ചിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഈ സെക്ഷനിൽ നിന്ന് പോവുകയാണ്. ഇതൊരു വലിയ മോളാണ്. ഞാൻ ദുബായ് മോൾ ഫുള്ള് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല കേട്ടോ. ഒരു വട്ടം പോയി ചെയ്യുന്നുണ്ട്. ഈ മോൾ മിക്കത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടോ. ഈച്ച് ആൻഡ് എവരിത്തിങ് അല്ലേ. ഫൈനൽ ഞങ്ങൾ കണ്ടുപിടിച്ചു ഗൈസ്. 90% ഓഫറുള്ള സ്ഥലമാണിത്. ഈ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ 90% ഓഫർ കേട്ടോ. സോ കറക്റ്റ് അവർ പറഞ്ഞ 90%. ഏകദേശം 400 ദിർഹത്തിൻ്റെ 400, 500, 600 ദിർഹത്തിൻ്റെയൊക്കെ ഇവിടെ എനിക്ക് തോന്നുന്നത് 150 ദിർഹമൊക്കെ ഉള്ളൂ. 90% ഓഫറുണ്ട് കേട്ടോ. ചിലതിനൊക്കെ ഉള്ളു. ആ ഒരു സെക്ഷൻ ഇലക്ട്രോണിക് സെക്ഷനാണെന്ന് തോന്നുന്നു കണ്ടതിൽ കുറച്ച് ഓഫർ. അല്ലല്ല ഗൈസ്, ഇവിടെയൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരിധി നോക്കുന്നുണ്ട്. ഇലക്ട്രോണിക് സെക്ഷനിൽ കയറി ഒന്ന് പരിധി നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ബാഗും കാര്യങ്ങളും ഇതൊക്കെയാണ്. ബാഗ് ഇതൊക്കെ 50% എന്തായാലും ഓഫറുണ്ട് കേട്ടോ. ഇരിക്കുന്ന സെക്ഷനിലാണ് ഫുള്ളും 90% ഓഫർ എന്ന് പറയുന്നത്. എനിക്ക് കമ്പനിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. നൈക്കോണ്ടൊക്കെ ഉണ്ട്. ഇത് കണ്ട, ഇത് നല്ല റേറ്റ് കുറവാണ്. ഏകദേശം 1000 ദിർഹം കുറഞ്ഞു. 1000 അല്ല 900 ദിർഹം കുറഞ്ഞു. നല്ല റേറ്റ് കുറവ്. അതേപോലെ ഇത് കമ്പനി എനിക്ക് അറിയത്തില്ല. ഇതിനൊക്കെ കമ്പനി സാധനം ഈ സൈഡിലാണ്. ഇവിടെയൊക്കെ സാധാരണ നോർമലായിട്ടുള്ള ചാത്ത സാധനമായിരിക്കും. സോണിയുടെ ഒരു സംഭവം ഇത് കണ്ടോ, നമ്മുടെ ഫുജി ഫിലിംസിൻ്റെ സംഭവം. എൻ്റെ ഒരു ക്യാമറ ഉണ്ട് ഫുജി ഫിലിംസിൻ്റെ. പഴയ മോഡൽ സംഭവമാണ് ഫുജി ഫിലിംസ് പിള്ളേരൊക്കെയാണ്. പിന്നെ സോണിയുടെ ഹെഡ്ഫോൺ ഇരിപ്പുണ്ട്. നമുക്ക് വേണമെങ്കിൽ മേടിച്ച് കേട്ട് നോക്കാൻ പറ്റും ഈ സോണിയുടെ ഹെഡ്ഫോൺ. ഇതിന് ഇത്രയും രൂപയേ ഉള്ളൂ. ഇതിൻ്റെ ഓഫറാണ്. സോണിയുടെ സൗണ്ട് ബാറിൻ്റെ ഓഫറാണ്. 2500 ആ റേഞ്ച് പറയും. പക്ഷേ 1200 രൂപ ഉള്ളൂ ഗൈസ് ഈ ഒരു സൗണ്ട് ബാറിന്. ഭയങ്കര വില കുറവട്ടോ. അതിൻ്റെ പകുതി എന്ന് പറയാൻ പറ്റത്തില്ല. ഏകദേശം 70% വില കൊടുത്താൽ മതി. അതായത് 30% ഓഫറുണ്ട്. ഗൈസ് അത് കൊള്ളാം. അത് കണ്ടോ, ഇത് പകുതി കൊടുത്താൽ പകുതിയും കൊടുക്കണ്ട ഈ ഒരു സാധനം. സോണിയുടെ സൗണ്ട് ബാറിനാണ് കേട്ടോ വരുന്നത്. ഇതാണ് സൗണ്ട് ബാർ ഈ സാധനത്തിന് വെച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല. സോണി സൗണ്ട് ബാർ HS3, അതായത് 3 ചാനലുള്ള സൗണ്ട് ബാറാണ്. 2 വർഷത്തെ വാറണ്ടി ഉണ്ട്. ടി വിക്കല്ല കേട്ടോ, സൗണ്ട് ബാറിന് മാത്രമാണ്. ഏകദേശം എനിക്ക് തോന്നുന്നൊരു 30,000 രൂപ വരും. ഈ സൗണ്ട് ബാറിനൊക്കെയാണ് 30,000 രൂപ വരുന്ന റേഞ്ച്. സൗണ്ട് ബാർ മാത്രമേ. പക്ഷേ ഭയങ്കര ക്വാളിറ്റിയാണ്. സോണിയുടെ സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് കാരണം കൊണ്ട് നമുക്കറിയാം സോണിയുടെ സൗണ്ട് ക്വാളിറ്റി എന്തുമാത്രം ഉണ്ടെന്ന്. എല്ലാത്തിനും വിലക്കുറവാണ്. ഈ ഒരു സെക്ഷൻ ഇപ്പം മാത്രമുള്ള വിലക്കുറവ് കേട്ടോ. ഇത് JBLൻ്റെ ആണ്. ഏകദേശം 20,000 രൂപ വരും ഈ ഒരു സെക്ഷൻ കേട്ടോ. ഈ വോൾട്ട് എത്ര 1.2 ആണ് ചാനൽ വരുന്നത്. എനിക്ക് തോന്നുന്നത് ഏകദേശം 300 വാൾട്ടോ 400 വാൾട്ടോ ആ റേഞ്ചാണ്ട് വരുന്ന ഒരു സംഭവമാണ്. ഓക്കെ ഗൈസ്, അപ്പം ഇലക്ട്രോണിക്സിന് കുറച്ച് വിലക്കുറവാട്ടോ. ഗൈസ് ഇത് കണ്ടോ, ഇത് നമ്മളെ ഗൂഗിൾ TV TCL എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ TV ആണ്. നല്ല ക്വാളിറ്റിയാണ്. നമ്മൾ ഫോണിൽ കൂടെ കാണുന്ന പോലെയൊന്നുമല്ല. ഇതെല്ലാം ഓഫറാണ്. കേണ്ട 2399 രൂപയാണ് ഇതിൻ്റെ ഓഫറിന് കൊടുക്കുന്നത്. ഏകദേശം ഒരു നല്ല വിലക്കുറവുണ്ട്. നല്ല വിലക്കുറവെന്ന് വെച്ചാൽ ഏകദേശം 10,000 രൂപ 15,000 രൂപയുടെ വിലക്കുറവ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ കാണും. നല്ലൊരു വിലക്കുറവുണ്ട്. ഇതാണ് 90%. നമ്മളിപ്പോൾ ഇലക്ട്രോണിക് സാധനത്തിനാണ്. പിന്നെ ഫുഡിൻ്റെയും കുറച്ച് കാര്യങ്ങൾക്കൊക്കെ കുറവുണ്ട്, വിലക്കുറവുണ്ട് ഗൈസ്. എന്തായാലും വെളിയിലോട്ട് ഇറങ്ങട്ടെ. ഇത് ജസ്റ്റ് കേബിളും ഡാറ്റ കേബിളും അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് സോണിയുടെ മറ്റേ ഒരു സ്പീക്കേഴ്സാണ് വെച്ചിരിക്കുന്നത്. 24 hours ബാക്ക് 25 hours കിട്ടും അതിൻ്റെ ബാക്കപ്പ് എന്ന് പറയുന്നത്. OLED ഡിസ്പ്ലേ വെച്ചിരിക്കുന്നുണ്ടോ? ആ OLED ഡിസ്പ്ലേയുടെ ആ ക്വാളിറ്റി ഉണ്ടോ നിങ്ങൾ? സാംസങ്ങിൻ്റെയാണ്. പിന്നെ ലോജിടെക്കിൻ്റെ ഇതിനൊന്നും ഓഫറില്ല. ആ ഒരു സൈഡിൽ ആ ഒരു സെക്ഷൻ മാത്രമേ ഉള്ളൂ. ചിലതിനൊക്കെ ഉള്ള ഓഫർ. ഫുള്ളിനും ഓഫേഴ്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബ്രദേഴ്സ് അറിയില്ല, ബ്രദേഴ്സിൻ്റെ ഈ ഒരു പ്രിൻ്ററും കാര്യങ്ങളും ഇഷ്ടംപോലെ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ വരെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും ഇവിടെ നിന്ന് വെളിയിലോട്ട് ഇറങ്ങട്ടെ. ക്രോസിൻ്റെ വിലയാണ് 199 രൂപ. ഏകദേശം 4,000 രൂപ ആ റേഞ്ചാണ്ട് വരും. എല്ലാ ക്വാളിറ്റിയാണെന്ന് നോക്കി. ഇത് 99 രൂപ നമ്മളെ കപ്പട. ഞങ്ങൾ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നുണ്ട്. ഇവിടെയും വില എന്ന് വെച്ചാൽ മാളിലുള്ള വില ആ റേഞ്ചാണ് വരുന്നത്. ലുലു മാളിലെ കയറത്തില്ലേ ഇവിടെ അതിനെക്കാട്ടി കുറച്ചും കൂടെ റേറ്റ് വരും. പിന്നെ ഇത് ദുബായ് കൂടെയാണ്. അത്രേ ഉള്ളൂ. എന്തായാലും ഞങ്ങൾ ഇനി ഇറങ്ങി മെട്രോ പിടിക്കുക. മെട്രോ മുകളിലാണ്. അപ്പോൾ നേരെ മെട്രോ പിടിച്ച് പോവാണ്. ഞാൻ ഈ നമ്മൾ മോൾ ഓഫ് എമിറേറ്റ്സിലെ ഫുള്ള് സൈഡും കറങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ദുബായ് മോളിൽ കറങ്ങുന്നുണ്ട് കേട്ടോ. ദുബായ് മോളാണ് ഏറ്റവും വലിയ മോൾ. കറങ്ങാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എന്നാലും നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഫുള്ള് നമ്മൾ കറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു ഈച്ച് ആൻഡ് എവരിത്തിങ്സ് ഫുള്ള് കടയിലും കയറി. അങ്ങനെ കുറേ വീഡിയോ എടുത്തില്ല, കുറേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മെട്രോ മേളിലോട്ട് കയറണം, മേളിലോട്ട് പോകാം. അതുകൊണ്ടാണ് മെട്രോ
ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് അവിടെ നിന്ന് കയറണം. വേണമെങ്കിൽ ഇവിടെ നിന്ന് കയറി നടക്കാം, അത്രേ ഉള്ളൂ, വിഷയമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ മെട്രോ കയറാൻ വേണ്ടി മെട്രോ കണ്ടുപിടിച്ചു. മെട്രോ ഇവിടെ നിന്ന് ഇങ്ങോട്ടാട്ടാ. കാര്യം വെച്ചാൽ എളുപ്പമാണ്, കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്. മെട്രോ ഇങ്ങോട്ട് തന്നെയല്ലോ, മെട്രോ ഇങ്ങോട്ട് തന്നെ. സംഭവം എളുപ്പമാണ്, വലിയ വിഷയമൊന്നുമില്ല സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ. ഇതേപോലെ കുറേ കടകൾ ഇട്ടിട്ടുണ്ട്. ചിലതൊക്കെ ചാത്താനായിരിക്കും, ചിലതൊക്കെ കറക്റ്റായിരിക്കും. ഈ മാക്സിൻ്റെ തന്നെ വേറെ. അപ്പം അത് മാക്സിൻ്റെ ഇലക്ട്രോണിക് സാധനങ്ങളാണ്. 20% ഓഫ് എന്നൊക്കെ പറഞ്ഞു. നാട്ടിലെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും വിലക്കുറവാണ് കേട്ടോ, അല്ലേ? എല്ലാത്തിനും ഒരുവിധം നല്ല വിലക്കുറവ്. ഡ്രസ്സിങ്ങിനൊക്കെ നാട്ടിലെയാണല്ലോ ഏറ്റവും കൂടുതൽ. നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ മോൾ ഓഫ് മെമ്മറീസിൻ്റെ എൻട്രൻസ് അവിടെയാണ്. ഫ്രണ്ട് ഭാഗം അതാണ്. ഫ്രണ്ട് ഭാഗത്തിൽ പോയൊന്നുമില്ല, വലിയ ഉപയോഗമൊന്നുമില്ല. ഭയങ്കര തിരക്ക്, അവിടെ ഭയങ്കര റഷാണ് ഫ്രണ്ടിൽ കൂടെ. ഇതിപ്പോൾ നമുക്ക് മെട്രോയിൽ നേരെ മോളുടെ അകത്ത് കയറാം, അതൊരു നല്ലൊരിതാണ്. അതിൻ്റെ മോളിൽ നിന്ന് തന്നെ നേരെ മെട്രോയിലോട്ട് വരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നടക്കാൻ ഭയങ്കര പാടാണ്, ട്രാഫിക്ക് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടിപ്പോൾ നമ്മൾ നേരെ മെട്രോയിലോട്ട് പോവുക. നമ്മൾ ഫ്രണ്ടിലൊന്നും പോയിട്ടില്ല. നമ്മൾ വീട് എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നത് മെട്രോ സ്റ്റേഷനിൽ വന്നു കേട്ടോ. ഒടുക്കത്തെ തിരക്കാണ് കേട്ടോ. മെട്രോയിൽ നിന്നും ഇടിച്ചു കുത്തിയാണ് ആൾക്കാർ കയറുന്നത്. നമ്മളൊരു വൈകിട്ടായി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാട്ടോ. വൈകിട്ടിന് മുന്നേ തന്നെ നമ്മൾ ഫുള്ളും സെറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കര തിരക്ക്. എന്തായാലും ഞാൻ എന്തായാലും മെട്രോയിൽ കയറി അവിടെ ഇറങ്ങിയിട്ട് ഞാൻ പറയാം.